പാലാ മരിയ സദനത്തിലെ 550ഓളം അന്തേവാസികളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാൻ ഫ്രണ്ട്സ് ഓഫ് മരിയ സദനം സംഘടിപ്പിക്കുന്ന മനഃശാന്തി 2026 ചാരിറ്റി കാർണിവൽ ഏപ്രിൽ 28-29 തീയതികളിൽ നടക്കും. പൂരങ്ങളില്ലാത്ത സഹോദരങ്ങൾക്കായി നടത്തുന്ന ഈ സ്നേഹപൂരത്തിൽ വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികളും വിജ്ഞാനപ്രദമായ സെമിനാറുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനം ഏപ്രിൽ 28 ചൊവ്വാഴ്ച രാവിലെ 10:30 സിവിൽ സർവീസ് റാങ്ക് ജേതാവ് ജസീല ജന്നത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രധാന സെമിനാറുകളും സമ്മേളനങ്ങളും സീനിയർ സിറ്റിസൺ മീറ്റും സഫലം സൗഹൃദ സമിതി, പിതൃവേദി, SBI പെൻഷനേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെ മുതിർന്ന പൗരന്മാരുടെ സംഗമവും നടക്കും. സാമൂഹ്യനീതി വകുപ്പ് സെമിനാർ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ കേരളത്തിലെ പദ്ധതികൾ എന്ന വിഷയത്തിൽ ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ സിജൂസ് ബെൻ ക്ലാസ് നയിക്കും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സെമിനാർ ശിശു സംരക്ഷണ സ്ഥാപനങ്ങൾ നേരിടുന്ന നിയമപരമായ വെല്ലുവിളികളെക്കുറിച്ച് CWC ചെയർപേഴ്സൺ ആശാ മോഹനൻ, മെമ്പർ ആൻസി ഫിലിപ്പ് എന്നിവരും സംസാരിക്കും. വിവിധ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും തുടർന്ന് നടക്കും. യാചക പുനരധിവാസം എന്ന വിഷയത്തിൽ പാലാ നഗരസഭയുടെ പങ്ക് എന്ന വിഷയത്തിൽ ഓപ്പൺ ഡിസ്കഷനും സംഘടിപ്പിക്കും. വിമുക്തി സെമിനാർ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി കേരള സ്റ്റേറ്റ് എക്സൈസ് വകുപ്പ് വിമുക്തി സെമിനാറും മ്യൂസിക് ഇവന്റും സംഘടിപ്പിക്കും. കോട്ടയം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പ്രസാദ് AK ഇതിന് നേതൃത്വം നൽകും. സാൻവിൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം. വിട പറഞ്ഞുപോയ അധ്യാപകരെ അനുസ്മരിക്കുകയും മറ്റ് അധ്യാപകർക്ക് ആദരവും നൽകുന്നു. 550ഓളം സഹോദരങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനുമായി ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി മരിയ സദനം ഡയറക്ടർ സന്തോഷ് ജോസഫ് അറിയിച്ചു. മരിയ സദനത്തിലെ മനഃശാന്തി 2026 നടക്കാൻ പോവാണ്. 28-29 തീയതികളിൽ മനഃശാന്തിയുടെ ഉദ്ദേശലക്ഷ്യം വാസ്തവത്തിൽ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക്, ഇവിടെ 550ഓളം ആളുകളുണ്ട്. പുറത്തും നമുക്ക് വേറെ കുഞ്ഞു കുഞ്ഞു ഹോമുകളുണ്ട്, ഡീഡിക്ഷൻ്റെ വിങ്ങുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒന്ന് പുറത്തു പോയി ഒന്ന് ഒരു പെരുന്നാൾ കൂടാനോ ഉത്സവം കൂടാനോ ഒന്നും പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കടകളും അതുപോലെ വിഷുവാണി വ്യാപാരം, തട്ടുകട, ചായക്കട, അപ്പോൾ അതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനെ മെയിനായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിപ്പിക്കുക. അപ്പോൾ മണി മാനേജ്മെൻറ്റ് അതൊരു മുഖ്യ വിഷയമാണ്. പൈസ കൊടുത്തൊരു ചായ കുടിക്കുക, പൈസ കൊടുത്ത് ഒരു 2-3 എന്തായാലും അവർക്ക് ആവശ്യമായ വളകളോ പുട്ടോ, അപ്പോൾ അങ്ങനെയൊക്കെ അതിനുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ കൂടുതൽ ആശ്വാസത്തിലേക്ക് വരും. അതിലേറെ നമ്മുടെ പാലായിലെ ലാളത്തുത്സവവും അതുപോലെ ആലപ്പള്ളി പെരുന്നാളും ജൂബിലിയൊക്കെ ഇതിനകത്ത് കിടന്ന് കാണുന്ന മനുഷ്യൻ്റെ മുഖത്തെ ഒരു എക്സ്പ്രഷൻ, അതായത് വെടിക്കെട്ടിൻ്റെ ശബ്ദവും അതിനടുത്തൊന്ന് പോകണം, ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല പലരെയും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം. ഇപ്പോൾ 2013 നമ്മളിത് ആരംഭിച്ചു. വളരെ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. ഐഫോറിയ ന്യൂസ്, പാലാ.